അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ അനാം നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദിൻ അൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുജാഹിദ് ചിന്താധാരയിലെ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അള്ളാഹുവിൻ്റെ കൃപയും കാരുണ്യവും സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ ഈ ഗ്രൂപ്പിലെ അബ്ദുൽ കബീർ എന്ന് പറയുന്ന പുതിയ അംഗം ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ആധാരമായിട്ടുള്ളത് ഫാത്തിഹ എന്ന് പറയുന്ന സൂറത്ത് നമസ്കാരത്തിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോ നമസ്കാരത്തിൽ ആദ്യം ഫാത്തിഹ ഉണ്ടായിരുന്നില്ലേ എന്നുള്ള നിലക്കുള്ള ഒരു ചോദ്യമാണ്. അപ്പം നമുക്ക് പറയാനുള്ള ഒരു മറുപടി, 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് നമുക്കറിയാം, പരിശുദ്ധ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് ഇസ്റാ മിഅ്റാജ് പോകുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ്, ആകാശ ലോകത്ത് വെച്ചാണ് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പും നമസ്കാരമുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, രാവിലെയും വൈകുന്നേരവും ഈ 2 റക്അത്തുകളായി നമസ്കരിക്കാറായിരുന്നു പതിവ് എന്നുള്ളതാണ്. ആ ഇടക്ക് അങ്ങനെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. അപ്പോൾ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, സൂറത്തുൽ ഫാത്തിഹ ഒരാൾ നമസ്കരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാനൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ അത് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ്. വേണമെങ്കിൽ ആ ഹദീസ് ഞാനിവിടെ പറയാം. അപ്പോൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് സൂറത്തുൽ ഫാത്തിഹ പറയണമെങ്കിൽ അന്ന് നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളതൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു രഹസ്യം എന്ന് തോന്നുന്നു. അപ്പോൾ ബാബു ഫളി ഫാത്തിഹത്തിൽ കിതാബ് എന്ന് ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫാത്തിഹ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായമെന്ന്. ഈ സൂറത്തിൽ ഈ ഹദീസ് ഇമാം ബുഖാരി 4720 നമ്പർ കൊടുക്കുന്ന ഹദീസ. അത് ഹഫ്സ് ഇബ്നു ആസിം അൻ അബി സഈദ് ഇബ്നുൽ മുഅല്ല റളിയല്ലാഹു അൻഹു ഖാല കുൻതു ഉസല്ലി ഫദആനി النبي صلى الله عليه وسلم فلم أجبه قلت يا رسول الله إني كنت أصلي قال ألم يكن لله استجيبوا لله وللرسول إذا دعاكم ثم قال ألا أعلمك أعظم سورة في القرآن قبل أن تخرج من المسجد فأخذ بيدي فلما أردنا أن نخرج قلت يا رسول الله إنك قد صلي إنك قلت ألا أعلمنك أعظم سورة من القرآن قال الحمد لله رب العالمين هي السبع المثاني والقرآن العظيم الذي أوتيته. ഇതാണ് പ്രിയമുള്ളവരെ. അതായത് ഇതിൻ്റെ പൊരുളെന്ന് പറയുന്നത്, ഈ സ്വഹാബി നമസ്കരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ള വന്ന് അദ്ദേഹം നമസ്കരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു ഫദആനി, എന്നെ വിളിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആ നമസ്കരിക്കുന്ന ആളെന്ത് ചെയ്തു? അതിന് മറുപടി നൽകിയില്ല. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ, പ്രവാചകരെ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ നമസ്കരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ സമീപിച്ചു.
അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അലം യഖുലില്ല, അള്ളാഹു പറഞ്ഞിട്ടില്ലേ, ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാക്കും, അള്ളാഹുവോ റസൂലോ വിളിച്ചാൽ നിങ്ങൾ ഉടനെ മറുപടി പറയണം എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്താ നീ മറുപടി പറയാതിരുന്നത് എന്ന് ചോദിച്ചു. ഏതായിരുന്നാലും എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഞാൻ നിനക്ക് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയിട്ടുള്ള അധ്യായം പഠിപ്പിച്ചു തരട്ടെയോ ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പിന്നെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ആ പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടു, യാ റസൂലല്ലാ ഇന്നക ഖുൽത ലഉഅല്ലിമന്നക അഅലമ സൂറത്തിൻ മിനൽ ഖുർആൻ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലേ, നിങ്ങൾ എനിക്ക് ഒരു മഹത്തായ സൂറത്ത്, ഖുർആനിലെ മഹത്തായ സൂറത്ത് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ കാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞു കൊടുത്തു എന്നുള്ളതാ. അപ്പോൾ ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പോലെ പ്രിയമുള്ളവരെ, ആ നമസ്കാരം എന്നുള്ളത് ആദ്യകാലത്തെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രാ മിറാജിൻ്റെ മുമ്പേ നമസ്കാരമുണ്ട്. ആ നമസ്കാരത്തിൽ ഫാത്തിഹ ഇല്ലായിരുന്നിരിക്കാം. നമസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം, മറ്റുള്ള സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെയും എൻ്റെ മക്കളെയും കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ എന്ന്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹവും പറയുന്നുണ്ട്, ഔസ്വാനി ബിസ്വലാത്തി വസ്സകാത്തി മാദും തുഹയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പം നമസ്കാരം മുമ്പുള്ള സമൂഹങ്ങളിലുണ്ട്. ഏതായിരുന്നാലും ഇവിടെ ഫാത്തിഹ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമസ്കാരമുണ്ടായിരുന്നു. ഫാത്തിഹ അവതരിച്ച ഉടനെ ആയിരിക്കാം ലാ സ്വലാത്ത ലിമൻ യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്, അതായത് ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല എന്നുള്ള രൂപേണ നമസ്കാരത്തിൽ നിർബന്ധമായും ഫാത്തിഹ ഓതേണ്ടെന്നൊരു ഘട്ടം വന്നത്. ഞാൻ ഒരു ഇബാറത്ത് ഇവിടെ വായിച്ചാൽ നിങ്ങളുടെ സംശയം വളരെ കൃത്യമായി നിങ്ങൾക്ക് ദൂരീകരിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലൗ സബത അന്ന സ്വലാത്ത കാനത് മഫ്റൂളത്തുൻ മിൻ ഹീന നുസൂലിൽ വഹ്യി ഫഇന്ന ദാലിക ലാ യഖ്തളി അന്ന അൽ ഫാത്തിഹത കാനത് മഫ്റൂളത്തുൻ ഫീ തിൽക സ്വലാ ഫലഅല്ലഹു ലം തകുനിൽ ഫാത്തിഹതു മുഅ്തബറത്തുൻ ഫി സ്വലാത്തി അല്ലതി ഫുരിളത് ഫീ സദ്രി ദഅവ. അതായത് ലൗ സബത അന്ന സ്വലാത്ത കാനത്ത് മഫ്റൂള മിൻ ഹീന നുസൂലിൽ വഹി, വഹി ഇറങ്ങുന്നതിൻ്റെ ആരംഭം മുതലേ, വഹി ഇറങ്ങാൻ തുടങ്ങിയ അന്ന് മുതലേ നമസ്കാരം നിർബന്ധമായിരുന്നു എന്ന് സ്ഥിരപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. എന്നാൽ പോലും ഫഇന്ന ദാലിക ലാ യഖ്തളി അന്നൽ ഫാത്തിഹത കാനത്ത് മഫ്റൂളത്തുൻ ഫീ തിൽക സ്വലാ, അത് നമസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണ് എന്ന് നമുക്ക് അതുകൊണ്ട് നേടിത്തരുന്നില്ല. ഫലഅല്ലഹു ലം തകുനിൽ ഫാത്തിഹതു മുഅ്തബറത്തുൻ ഫിസ്വലാത്തി അല്ലതി ഫുരിളത് ഫീ സദ്രി ദഅവ. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആരംഭത്തിൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തിൽ ഫാത്തിഹ ഉണ്ടായിട്ടില്ലായിരിക്കാം. അന്ന് ഫാത്തിഹ നമസ്കാരത്തിൽ വേണം എന്നില്ല എന്നുള്ള കാഴ്ചപ്പാടായിരിക്കും എന്നർത്ഥം. ഫലഅല്ലഹു ലം തകുനിൽ ഫാത്തിഹതു മുഅ്തബറത്തുൻ എന്നാണ്. ശരി, എന്നിട്ട് പറയുക ഇന്നമാ ഉഅ്തിബറത് വാജിബത്തുൻ ഫിസ്വലാത്തി ബഅദ ദാലിക്, അതിന് ശേഷമാണ് നമസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതാണ് ഫഅഹ്കമല്ലാഹു തആല ലം തൻസ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഫഅഹ്കാമുല്ലാഹി തആല ലം തൻസിൽ ദഫ്അതൻ വാഹിദ വഇന്നമാ ഫുരിളത് അലൽ മുസ്ലിമീന തദ്രീജിയൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടതല്ലല്ലോ, തീർച്ചയായും അത് നിർബന്ധമാക്കപ്പെട്ടത് ഘട്ടം ഘട്ടമായിക്കൊണ്ടാണല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശദീകരണത്തിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് തീർച്ചയായും ആദ്യ കാലഘട്ടങ്ങളിൽ നമസ്കാരത്തിൽ ഓതണമെന്നുണ്ടാകുകയില്ല. പിന്നീട് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതാതെ നമസ്കാരമില്ല എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് ഇസ്ലാം നിർബന്ധമായിട്ടുള്ള
ഒരു കൽപ്പന തന്നു എന്ന് മനസ്സിലാക്കാം. അല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബി